അയ്യോ മൈക്ക് വെച്ചില്ലല്ലേ സാർ. ഹായ് ഹായ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ചിഞ്ചു ജോർജ്. ഇപ്പം ഞാനുള്ളത് പാലക്കാട് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചുമ്മാ എൻ്റെ വീട്ടിലുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. ഞാൻ ഇന്നലെ എത്തി ഇവിടെ. എന്നിട്ട് നല്ല ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി, ലേറ്റായിട്ടാണ് ഇപ്പോൾ എണീറ്റ്. 9 മണി 9:30 തോന്നുന്നു. അപ്പം ആദ്യമേ വന്ന് നിങ്ങളോട് ഇൻട്രോ പറഞ്ഞങ്ങ് തുടങ്ങാം ഈ കോഫി കുടിക്കുമ്പോൾ എന്ന് വിചാരിച്ചു. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നോർമലി ഞാൻ വീട്ടിൽ വരുമ്പോൾ സാധാരണ എങ്ങനെയാണ് എൻ്റെ ദിവസം. പൊതുവെ വീട്ടിൽ തന്നെയാണ് കൂടുതൽ വന്നാലും ഞാൻ വീട്ടിൽ ഫുഡ് കഴിപ്പും, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണാൻ പോകും, അത്രയൊക്കെ ഉള്ളൂ. ആ ഒരു ദിവസത്തിലൂടെ നമുക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. സോ യാ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ പോയി കോഫി കുടിക്കട്ടെ. പിന്നെ ഇന്നലെ ഞാൻ വന്നത് രാവിലെ ട്രെയിൻ കയറി കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന്. ശരത്തില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഒരാഴ്ച ഞാൻ വീട്ടിൽ വന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ വന്ന കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാം. ഞാൻ കോഫിയൊക്കെ കുടിച്ച് ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. ഞാൻ ഡേ ടൈമുള്ള ട്രെയിനിലായിരുന്നു ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ 5 മണിക്കൊക്കെ എണീറ്റ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകേണ്ടി വന്നു. കാരണം ട്രെയിനിൽ നിന്ന് കഴിക്കാൻ ചെറിയൊരു പേടി. അപ്പം ഞാൻ എളുപ്പത്തിന് ബ്രെഡും ജാമുമാണ് ഉണ്ടാക്കുന്നത്, അതാകുമ്പോൾ കഴിക്കാനും എളുപ്പമാണല്ലോ. അങ്ങനെ വേഗം അതൊക്കെ പരട്ടി പാക്ക് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് ഉറക്കം നല്ല രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആയിരുന്നുകൊണ്ട് ഞാനൊരു കോഫി കുടിച്ച് ഇച്ചിരി ഉറക്കക്ഷീണമൊന്ന് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു എനർജി വേണമല്ലോ, അറ്റ്ലീസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവരെങ്കിലും. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറി വേഗം ഓൾമോസ്റ്റ് ഇന്നലെ പാക്ക് ചെയ്തായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ എൻ്റെ ശരത്തിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു ഓട്ടോ കിട്ടിയപ്പോൾ അതിന് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആൻഡ് ട്രെയിൻ ലേറ്റ് ആയിരുന്നു, ഒരു 20 minutes ഒക്കെ. എന്തായാലും നമ്മൾ കയറി 6:30 ആയിരുന്നു ടൈം, ബട്ട് ഒരു 7 ആയപ്പോഴേക്കും എത്തി. അങ്ങനെ ട്രെയിനിൽ പിന്നെ സമയം ചിലവഴിക്കാൻ വേണ്ടി ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്ന സിനിമയൊക്കെ കണ്ടു. ഉച്ചയായപ്പോഴേക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ. ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല, തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. എങ്ങനെയാണെങ്കിലും ഞാൻ പാലക്കാട് എത്തി, സ്റ്റേഷൻ ഇറങ്ങി. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് ആ ഒരു വെയിലിൻ്റെ ആഘാതം എനിക്ക് മനസ്സിലായത്. നേരെ പിന്നെ ബസ്സിൽ കയറി ഞാൻ വേഗം. ബസ്സാണെങ്കിൽ വരാനും വൈകി കേട്ടോ, കാരണം ഒരു ബസ് ഞാൻ വരുന്നപ്പോൾ പോയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ KSRTCയിലൊക്കെ യാത്ര ചെയ്ത് ഞാൻ അവസാനം വീട്ടിലെത്തിയപ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. 3:30-4 മണിയായി. രാവിലെ 2-3 ബ്രെഡ് കഴിച്ചതാണല്ലോ. ഞാനൊന്നും നോക്കിയില്ല, നേരെ അടുക്കളയിൽ വന്നിരുന്ന് എല്ലാം കൂടി വാരി വലിച്ച് വെട്ടി വിഴുങ്ങി കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും, ഞാൻ അത്രത്തോളം ടയേർഡായിരുന്നു. പിന്നെ അന്ന് തലവേദനയൊക്കെ ആയിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് നേരം വർക്ക് ചെയ്തിട്ട് നേരെ കയറി കിടന്നുറങ്ങാൻ. അപ്പോൾ കുറച്ച് സമയമായി, ലേറ്റായി. 10:30-10:45. വീട്ടിലെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു നേരത്തെ. ഞാനതുകൊണ്ട് ഇത് ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം മുട്ടക്കറിയും, നല്ല അടിപൊളി ഇടിയപ്പം മുട്ടക്കറിയും. അപ്പോൾ അത് കഴിക്കട്ടെ, ദെൻ നോക്കാം. വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മമ്മി എനിക്കപ്പോൾ ഒരു ടാസ്ക് തന്നു, മുളക് പറിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ പുറകിൽ, ഇത് പണ്ടത്തെ ഞങ്ങളുടെ പശുത്തൊഴുത്താണ്, ഇപ്പോൾ പശുവൊന്നുമില്ല. അപ്പോൾ ഓരോന്നൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മുളക് പറിക്കാൻ വേണ്ടി കുറച്ച് മുളക് പറിച്ചിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ മുളക്? ഇതൊന്ന് നമുക്ക് മുളക് നോക്കി പറിക്കണം. ഇതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ പരിസരമാണ്. ഇത് റബ്ബർ ഷീറ്റ് അടിക്കുന്നത്. ഇപ്പോൾ റബ്ബർ ഷീറ്റില്ല കേട്ടോ അടിക്കാൻ, പണ്ടത്തെയാണ്. ആൻഡ് അങ്ങനെ തിരിച്ചടുക്കള വഴി ഒന്ന് കയറിയപ്പോൾ മമ്മിയാണെങ്കിൽ ഉച്ചക്കത്തേക്ക് നല്ല എല്ലും കപ്പയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടല്ലോ, അതുണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു കേട്ടോ. എല്ലും കപ്പയും മിക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. കപ്പയും ബീഫ്, അതായത് എല്ലുള്ള ബീഫ് വേവിച്ചതും കൂടി ഇതായിട്ട് മിക്സ് ചെയ്യുന്നു. ഇത് തേങ്ങ അരപ്പിന് അരച്ച് വെച്ചിട്ടുണ്ട്. അല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചിരണ്ടി അല്ല, അരച്ചല്ല, വറുത്ത് വെച്ചിട്ടുണ്ട്.
ഇതിന് ബീഫ് കറിയും വെക്കുന്നുണ്ടെന്ന്, അതിനുള്ളതാണ്. ബീഫ് കറി വെക്കാനുള്ളതും റെഡി ആയിട്ടുണ്ട് ഗൈസ്. എന്നുവെച്ചാൽ ഇനി കുക്കറിൽ വെച്ചങ്ങ് വേവിച്ചാൽ മതി. എല്ലാം റെഡി. കപ്പയും ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സാലഡ് മമ്മി കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. ഉപ്പിലിട്ട നെല്ലിക്കുണ്ട്, ഞാൻ ഒരെണ്ണെടുത്ത് കഴിക്കട്ടെ. മുളക് ഇട്ടിട്ട് നടക്കാൻ വയ്യ. നല്ല അങ്ങനെ ഇതേ പെട്ടെന്ന് ലഞ്ച് കഴിക്കാറായി. അപ്പോൾ കപ്പ ബിരിയാണി ഇതേ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. പപ്പ, മമ്മി, ഞാൻ, അമ്മച്ചിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഡ്രസ്സ് മാറിയത് വേറൊന്നിനല്ല, സൂക്ഷ്മദർശിനി ഇറങ്ങിയിരിക്കുമായിരുന്നു. അതിൻ്റെ റിവ്യൂ കണ്ടിട്ട് എനിക്ക് പോകാതിരിക്കാൻ തോന്നില്ല. അപ്പം ഞാൻ വേഗം റെഡിയായി. ഉച്ചക്കത്തെ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളുടെ നാട്ടിലെ ലോക്കൽ ബസ്സിലാണ്, ലൈൻ ബസ് എന്നാട്ടോ ഞങ്ങൾ പറയുക. അതെന്താണെന്ന് എനിക്കറിയണ്ട. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ സ്കൂൾ ബസ് അല്ലാതെ ഈ പ്രൈവറ്റ് ബസ്സിൽ കയറി പോകുന്നതുകൊണ്ട് വന്ന പേരാന്ന് തോന്നുന്നു, ലൈൻ ബസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് പറയാം. അപ്പോൾ അതെ കസിൻസൊക്കെ ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടു. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ, നല്ല സിനിമയായിരുന്നേ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഡാർക്ക് സിനിമ അതൊക്കെ. സിനിമ കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്, ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. എല്ലാരും ഉണ്ട്, എല്ലാരും പകുതി ഏതേ വഴിയിൽ വെച്ച് പിരിയുന്നു. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് എല്ലാരും ഇറങ്ങി പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി സിനിമ, എന്തായാലും കാണണം കേട്ടോ. നൈസ്. പിന്നെ വീട്ടിൽ വന്ന ഞങ്ങളുടെ മണ്ണാർക്കാടുള്ള ഫേമസ് ബേക്കറി കയറുക, അതൊരു സമാധാനം ഇല്ലയെന്ന് പറയണ പോലെ. അപ്പോൾ എന്തായാലും തിരിച്ചു പോകണ വഴിക്ക് വീട്ടിലേക്ക് കുറച്ച് ബേക്കറി ഐറ്റംസും കൂടി വാങ്ങാമെന്ന് വിചാരിച്ച് അവിടെയും കൂടിയും കയറി കേട്ടോ. അവിടുത്തെ സാധനങ്ങളൊക്കെ നല്ലതാണ്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. എന്നിട്ട് ഇതേ നല്ലൊരു ചായയും അതേപോലെ തന്നെ ഫേമസ് എന്ന് മേടിച്ച തേങ്ങാ ബണ്ണും കൂടിയും കൂട്ടി ഞാനങ്ങ് കഴിച്ചു. ഇത് കഴിഞ്ഞ് പുറകെ കപ്പ ബിരിയാണിയും വന്നായിരുന്നു കേട്ടോ, അതും കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിലെത്തി എന്താണെന്നറിയില്ല, വിശപ്പ് തന്നെ കൂടും. അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി, ചായയൊക്കെ കുടിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചായയും കുറച്ചുകൂടിയും കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ കഴിച്ചു. അപ്പോൾ ഡിന്നറും ഏകദേശം കഴിഞ്ഞു. ഇനി അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇനിയിപ്പോൾ കുളിച്ച് കിടക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വ്ലോഗായിട്ട് വരാം. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസൊക്കെ കാണാമെന്ന് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ആൻഡ് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടോ, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.